ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ചെറിയ മാങ്ങനെ പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് റെഡ് ഡ്രാഗൺ മാംഗോ എന്ന് പറഞ്ഞ മാങ്ങ. റെഡ് ഡ്രാഗൺ മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാങ്ങയാണ്. ഇതിന് മാംഗോ ജിഫി എന്നും കൂടെ ഒരു പേരുണ്ട്. പിന്നെ ചിലർ ഇർവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കഴിഞ്ഞ കൊല്ലത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് മിയാസാക്കി കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലും കാണിച്ചിരുന്ന മാങ്ങ ഇത് തന്നെയാണ് റെഡ് ഡ്രാഗൺ മാംഗോ. അപ്പോൾ ഈ റെഡ് ഡ്രാഗൺ മാംഗോ അണ്ണാൻ വന്ന് കടിക്കൽ തുടങ്ങിയിരിക്കണം, മുതിട്ടില്ല. അപ്പം ഈ റെഡ് ഡ്രാഗൺ മാംഗോ ഒരു തായ്ലൻഡ് വെറൈറ്റി മാങ്ങയാണ്. അപ്പം ഒരു ആവറേജ് മാങ്ങ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ ഭംഗി കൊണ്ട് നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാനും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു മാങ്ങയാണ് കാഴ്ച വെക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം തന്നെ വെയിൽ ഓവർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വികൃത രൂപത്തിലൊക്കെയാണ് വരും. ഇതിങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇക്കൊല്ലത്തെ ചൂട് ഇവർക്ക് വല്ലാണ്ട് സഹിക്കാൻ പറ്റില്ല. നമ്മളെ കാലാവസ്ഥയോട് ഇങ്ങനെ ഇഴങ്ങി ചേർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാംഗോ ഹംസിയാങ് മാംഗോനേക്കൊരു വ്യത്യാസമുണ്ട്. ചിലരിത് ഹംസിയാങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹംസിയാങ്ങിൻ്റെ മാങ്ങ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഹംസിയാങ് മാങ്ങ എന്നൊക്കെ പറഞ്ഞ മാങ്ങ. ഈ ഹംസിയാങ് മാങ്ങ ഏകദേശം ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ രണ്ടും കളറിൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ അത്ര ഒരു കളർ വരുന്നില്ല ഹംസിയാങ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു മാവ് വീട്ടിൻ്റെ മുറ്റിൽ വെക്കുക അല്ലാതെ സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. നല്ലൊരു മാങ്ങ ഒരു കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ് റെഡ് ഡ്രാഗൺ മാംഗോ. അപ്പോൾ ഞാൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിച്ചിട്ട് നമുക്കതൊന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, നമ്മുടെ വന്ന 2 കസ്റ്റമറെ കയ്യിൽ നിന്ന് ഒന്ന് പൊട്ടിയത് ഒന്ന് മേലെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ടെറസിലുള്ള മാങ്ങയാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു റിവ്യൂ, ഒരു മാങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഹംസിയാങ്ങാണ്. നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്നുണ്ട്. നല്ല വെയിലിട്ടാലാണിത് കളർ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ വീട്ടിൽ വന്ന് നമ്മളെ ഗാർഡൻ സന്ദർശിച്ചവരും പ്ലാന്റ് എടുക്കാൻ വന്നവരൊക്കെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ജസ്റ്റ് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിൻ്റെ ഒരു സെക്ഷനാണ്. ഇതാണ് മരമുന്തിരി ജബോട്ടിക്ക എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നമ്മളെ ഗാർഡൻ കാണാൻ എവിടെന്ന സ്ഥലം പറഞ്ഞു? രാമനാട്ടുകര. എവിടെ വർക്ക് ചെയ്യുന്നത്? ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ജബോട്ടിക്കാണ്. ഇനി വേണോ? തോട് പുളിയാണ്. അത് എന്താ ഗ്രേപ്സ് ആണ്. ഒരു മരത്തിമ കായ്ക്കുന്ന മുന്തിരി. ഇതിപ്പോ വള്ളിമ കായ്ക്കണ മുന്തിരി. ഇത് അങ്ങനെ അവർക്കൊന്നും അറിയില്ല. ഇത് വൈറ്റ് മൾബറിയാണ്. നിങ്ങൾ എവിടുന്ന സാർ? ചെമ്മാടാ, തിരങ്ങാടി. നമ്മളെ ഗാർഡൻ കാണാൻ വന്നവരാണ്. ഇതെന്നൊക്കെ വൈറ്റ് മൾബറി എന്ന് വെച്ചൊക്കെ വൈറ്റ് ആയത് മാത്രം പൊട്ടിച്ചാൽ മതി. ആ, നമ്മളെ ഗാർഡൻ കാണാൻ എവിടുന്ന്? പാലക്കാട് നിന്ന് ഗാർഡൻ കാണാൻ വന്നവരാണ്. പ്ലാന്റ് എടുക്കാനും അമ്മയും അച്ഛൻ പാലക്കാടാണ് പ്രോപ്പർ. പാലക്കാട് ചിറ്റൂര് കണ്ടിത്താവളം. എന്തായാലും സന്തോഷം. അത്യാവശ്യം മാങ്ങൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ് സംസാരിച്ചപ്പോൾ. തോട്ടം മാവ് എത്ര ഉണ്ട്? 500 മാവുണ്ട്. ഓ, കിങ്ങാണ്. ഓക്കെ, സന്തോഷം. ആ, കളക്ഷനൊക്കെ ഞാൻ ആയിക്കോളൂ. നിങ്ങളവിടെ ഉള്ള എന്താന്നുള്ളത് നമുക്കറിയാലോ. മുതലമ്മടെ എന്താ ഉള്ളത് എന്നുള്ളത്. നമ്മളെ റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ. റെഡ് ഡ്രാഗൺ. ഇനി റെഡ് ഡ്രാഗൺ കണ്ടില്ല എന്ന് പറയണ്ട. ഇതിന്റെ കളർ കണ്ടില്ല, ഒരു സെമി മിയാസാക്കിയാണ്. ഇത് മിയാസാക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പലരും. കഴിഞ്ഞ കൊല്ലത്തിലൊക്കെ നമ്മൾ കാണിച്ചത് കണ്ടതാണ്. അപ്പോൾ ഇതാണ് റെഡ് ഡ്രാഗൺ അല്ലെങ്കിൽ മാംഗോ ജിഫി എന്നൊക്കെ അറിയപ്പെടുന്ന മാങ്ങ. ജസ്റ്റ് അത്യാവശ്യം ഒരു 250-300 ഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. 300 ഗ്രാമിൻ്റെ മുകളിലുണ്ടാവും എന്തായാലും. ആ, സംശയം വേണം, നമുക്കൊന്ന് നോക്കാം. 390, 355. അപ്പോൾ ഏകദേശം ഒരു 300-350 ഗ്രാം തൂക്കം വരുന്നൊരു മാങ്ങയാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ അല്ലെങ്കിൽ മാംഗോ ജിഫി. ഹംസിയാങ് എന്നും പറയുന്നതിന്. ആണ് അതിൻ്റെ കളറ്. സൂപ്പർ കളറാണ്. ചെറുതായിട്ട് ഫൈബർ ഉണ്ട്. പഴുത്തിട്ടില്ല. പണി പാളിയിരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോയെന്ന്. മധുരം
പുളി ഒക്കെ കൂടെ ചേർന്ന് ആയിട്ടില്ല. ഇനി ഒന്നും കൂടെ ഉണ്ട്, നോക്കട്ടെ. ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. സൂപ്പർ, നല്ല മധുരമുണ്ട്. ഇത് കുറച്ചൊരു പഴുപ്പ് കുറവുണ്ടായിരുന്നു, അതാണ് ഇത് കണ്ട് വിടർന്ന് വരാത്തത്. അത്യാവശ്യം ഫൈബർ ഉണ്ട്, നല്ല ഫൈബറോട് കൂടിയിട്ടുള്ള, ഓവർ ഫൈബറല്ല, എന്നിട്ട് അത്യാവശ്യം ഒരു മാങ്ങക്ക് വേണ്ട നല്ല വെറൈറ്റി കളർഫുൾ മാങ്ങയാണ്. ഇതാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ. ഇപ്പം ഇതിനൊക്കെ അവകാശികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് റെഡ് ഡ്രാഗനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. അപ്പോൾ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.